ഹലോ കൂട്ടുകാരെ, ഇന്ന് വെറുതെ വീട്ടിൽ ഇരുന്നപ്പോഴാണ് കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ചിറയൻകീഴ് ഒരു അടിപൊളി സ്ഥലമുണ്ട്, അവിടെ പോയി വെറുതെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി എടുത്ത് നേരെ ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അങ്ങനെ അവനും വന്ന് അവനെ കൂട്ടി ഞാൻ നേരെ ചിറയൻകീഴിലോട്ട് പോയണേ. അങ്ങനെ പിന്നെ നമ്മൾ സ്ഥലത്തെത്തിയേട്ടാ. സംഭവം കൊള്ളാം, അടിപൊളി തന്നെ കേട്ടോ. ഈ കാണുന്ന ഒരു കൊച്ചു അയ്യപ്പൻ കോവിലാണ്. അങ്ങനെ വണ്ടി നമ്മളിതാ ഈ സൈഡിൽ ഒതുക്കി വെച്ച കേട്ടോ. ഇവിടെ ഒരു വലിയ മരങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും വെക്കി നേരെ സ്റ്റെപ്പൊക്കെ കയറി ചെന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ 2 പയ്യന്മാർ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. വേറെ ആരും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഉച്ച സമയത്താണ് വന്നത്. എന്നാലും ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ഇവിടെ ഇരിക്കാനും അടിപൊളി തന്നെയാണ്. അങ്ങനെ ഞാനും വിക്കിയും കൂടെ കുറച്ചേരം ഇവിടെ ഇരുന്ന് കേട്ടോ. ഈ ഉച്ച സമയത്തും ഇവിടെ ഇത്രയും അടിപൊളിയാണ് എന്നാലോചിച്ചൊക്കെ. അപ്പോൾ വൈകുന്നേരമൊക്കെ എന്തായാലും സൂപ്പറായിരിക്കും കേട്ടോ. ഇവിടെ ഫാമിലി ആയിട്ട് വരാനും അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കായിട്ട് തന്നെ ഇവിടെ കുറച്ച് കളിക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ ഒരു സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് ബോട്ട് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ബോട്ടിനെ കാണാൻ വേണ്ടി ഞാനും വിക്കിയും കൂടെ നേരെ ആ ബോട്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ അടുത്തെത്തി. ഒരു ബോട്ട് മാത്രമല്ല, ഇപ്പുറ സൈഡിലും കുറച്ച് ബോട്ട് കിടപ്പുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞാനും വിക്കി വിചാരിച്ച് ശാർക്കര അമ്പലത്തിലോട്ട് പോവാന്ന്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി എടുത്ത് നേരെ ഞാനും വിക്കിയും കൂടെ ശാർക്കരയിലോട്ട് പോവേണേ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയേ. ബൈക്ക് ഈ സൈഡിൽ വെച്ചിട്ട് ഞാനും വിക്കിയും കൂടെ വെറുതെ അങ്ങോട്ടൊക്കെ നടന്നേട്ടാ. ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ടല്ലോ. അമ്പലക്കുളം ഇപ്പൊ തുറക്കത്തില്ലല്ലോ. ഇവിടെ ഒരു ആന ഉണ്ട്. ആനയെ കാണിച്ചു തരാം. ഉള്ളല്ലേ, കൊള്ളാം. ആനയുടെ പേരറിയാവോ അവർക്ക്? ആനയുടെ പേരെന്തോന്നായിരിക്കും? ഈ കാണുന്നതാണ് ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രം കേട്ടോ. അപ്പൊ ഇനി എന്തായാലും വൈകുന്നേരം അമ്പലം തുറക്കത്തുള്ളൂ. അപ്പൊ ഉച്ച സമയമായിട്ട് തുറക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും എനിക്ക് നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.